ടീച്ചർ മൊണാലിസയുടെ സംഭവവികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതൊരു സ്വാഭാവിക വിവാഹം മാത്രമാണോ, അതോ അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? ഇവിടെ വിവാഹങ്ങൾ ഇത്തരത്തിൽ ഒരു പക്ഷേ ഒരു കൗമാരപ്രായത്തിൽ തന്നെ അന്തമില്ലാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി നിയമവശം അറിയാതെ അല്ലെങ്കിൽ ജീവിതത്തെ പറ്റി അറിയാതെ ചിലപ്പോൾ വ്യക്തികൾ ഇതിലേക്കൊക്കെ എടുത്തു ചാടാറ്. പക്ഷെ മോണോലിസിന്റെ സംഭവത്തിൽ സംഭവിച്ചത് ഒരു സ്റ്റേറ്റിനാണ്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഭാഷയെ പറഞ്ഞ സിസ്റ്റമാണ് തകരാറിലായത്. അതാണ് ഇതിനെ ഏറ്റവും ഈ വിവാഹത്തെ ഒരുപക്ഷെ ജനശ്രദ്ധ ആകർഷിച്ചതും അതാണ്. ഏതെങ്കിലും രണ്ട് വ്യക്തികൾ ഓടി വന്ന് എന്തെങ്കിലും ചെയ്തതല്ല. അവരിപ്പോ ലിവിംഗ് ടുഗദർ നടത്തുകയാണെങ്കിൽ നമുക്ക് നിവൃത്തിയില്ല. ഇതൊന്നും അല്ല ഉണ്ടായത്. രണ്ട് വ്യക്തികൾ ഓടി വരുന്നു, തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു, അവർക്ക് വിവാഹം കഴിക്കണം എന്ന് പറയുന്നു. ഈ വിവാഹം കഴിക്കുക എന്നുള്ളത് അർജന്റായിട്ട് നടത്തേണ്ട ഒരു കാര്യമല്ല. ഇവിടെ സംഭവിച്ചത് അതാണ്. വിവാഹം അർജന്റായിട്ട് നടത്താൻ അതിന്റെ നിയമവശങ്ങൾ നോക്കാതെ അവർ രണ്ട് രേഖ കൊണ്ടു കൊടുത്തു. 18 വയസ്സായി എന്ന് തെളിയിക്കുന്ന രണ്ട് രേഖ അവർ കൊണ്ടു കൊടുത്തു. ആ രേഖ അതിന്റെ സോഴ്സിൽ അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ? പോലീസ് സ്റ്റേഷനിലും എത്തിയിരിക്കണം. ഏതെങ്കിലും സംഘടനകളുടെ ഇതിലല്ല എത്തിയിരിക്കേണ്ടത്, ഏതെങ്കിലും മതമൗലികവാദ സംഘടനകളുടെ ഓഫീസിലല്ല എത്തിയത്. ഇത് ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ പോലീസുകാർ കേരളത്തിലെ നിയമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിലവിലെ നിയമങ്ങൾ അറിയാത്തവരാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അവർ സാധാരണഗതിയിൽ അതൊക്കെ വേണ്ടി വിധത്തിൽ ചെയ്യും. അപ്പൊ ഇത് പോലീസുകാർക്കപ്പുറം ആരോ നിയന്ത്രിച്ചിട്ടുണ്ട് ഈ സംഭവത്തെ. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതും ഉത്തരവാദപ്പെട്ട നമ്മളത് ഇടണം ആരോ ആണ് ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. അതിപ്പോ SC കമ്മീഷൻ പറഞ്ഞതുപോലെ PFI ആകാം, CPM ആകാം, ഏതോ കേരളത്തിൽ നിർണായകമായ സ്വാധീനമുള്ള ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ കെയർ ഓഫിലാണ് ഇത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും കേരള പോലീസ് അത്ര അന്തോ ഇല്ലാത്തവരൊന്നല്ല. ഈ രേഖ അതിന്റെ സോഴ്സിൽ അന്വേഷിക്കാതിരിക്കില്ല. ഏതെങ്കിലും ഒരു കുന്നംകുളം രേഖ കൊണ്ട് കൊടുത്തിട്ട് ഇതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഇതാണ് ആധാർ എന്ന് പറഞ്ഞാൽ അത് അതേപടി വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരല്ല കേരളത്തിലെ സിസ്റ്റം. അപ്പൊ ഇവരെ അവിടെ അത്തരത്തിൽ കണ്ണിൽ പൊടിയിടുന്ന ആരോ ഇവരെയും കൊണ്ട് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കാരണം കേരള സ്റ്റോറി ചമയ്ക്കാനുള്ള വെപ്രാളമായിരുന്നു. ഇവിടെ പലരും വന്ന് പറയുന്നത് കേട്ടു, മറ്റു സംസ്ഥാനങ്ങളിൽ ഇവരുടെ ജീവൻ ഭീഷണിയുള്ളത് കൊണ്ടാണ് അവർ ഇങ്ങോട്ട് ഓടി വന്നത്. അല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ നിയമലംഘനം നടത്താൻ സാധിക്കില്ല, അതിന് സാധിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നതുകൊണ്ടാണ് അവർ കേരളത്തിലേക്ക് ഓടി വന്നത്. ഇതിന്റെ ഉത്തരവാദപ്പെട്ട എല്ലാവരുടെയും പിന്തുണ കിട്ടി. ഏതെങ്കിലും മതത്തിൽപ്പെട്ടവർ പ്രേമിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കുന്നതിനോ ഇതിനൊന്നും പുറമെ ആരും എതിർത്തിട്ട് കാര്യമില്ല. കാരണം മതത്തിന്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ പ്രദേശത്തിന്റെയോ ഒക്കെ തെറ്റുപാടുകൾക്കപ്പുറമാണ് ഒരു പക്ഷേ പ്രേമം എന്ന വികാരം വരുന്നത്. അതിന് നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇത്തരത്തിൽ വധു ഹിന്ദുവാണ് അല്ലെങ്കിൽ വരൻ മുസ്ലിമാണ് എന്നതുകൊണ്ടൊരു കേരള സ്റ്റോറി ചമയ്ക്കാനുള്ള വെപ്രാളത്തിൽ നിയമം മറന്നു, നീതി മറന്നു, സാമാന്യ മര്യാദ മറന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കണം. രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കട്ടെ. അവർ രണ്ട് മതത്തിൽപ്പെട്ടവർ പ്രേമിക്കുമ്പോൾ രണ്ട് മതത്തിൽപ്പെട്ടവരായി തന്നെ ജീവിക്കണമെന്ന് ആരും എതിരില്ല. പക്ഷെ ഇത് നിർബന്ധപൂർവ്വം പിന്നീട് മതം മാറ്റം നടക്കുന്നു, അല്ലെങ്കിൽ അവരെ മതം മാറ്റ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകുന്നു. അത്തരത്തിൽ മതമൗലികവാദ സംഘടനകളുടെ അടിമകളായി ഇവർ മാറ്റപ്പെടുന്നു എന്നതുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന ടേം വന്നത്. ജിഹാദ് തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന ടേം വന്നതും അതിനെതിരെ സംഘടനകൾക്കൊക്കെ നിൽക്കേണ്ടി വന്നതും ഒരുപക്ഷെ പല ഭരണകൂടങ്ങളും അതിനെപ്പറ്റി ഗൗരവത്തോടെ ചിന്തിച്ചതും ഒക്കെ ഇത് പ്രേമത്തിനെയല്ല, പ്രേമത്തിന് ശേഷം എവിടെയാണ് മതം മാറ്റത്തിന് സാങ്കത്യം. അപ്പൊ അതാണ് കേരള സ്റ്റോറിയിലും പറഞ്ഞത്. അത്തരം ബുദ്ധിമുട്ട് അത് അനുഭവിച്ചവരുടെ കഥയാണ് പറഞ്ഞത്. പക്ഷെ ആ കേരള സ്റ്റോറി പാർട്ട് 2 വന്ന സമയത്ത് ഇത് ഇങ്ങനെയൊന്നും അല്ല, കേരളം ഇതല്ല എന്നൊക്കെ തെളിയിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ അവിടെ എല്ലാം മറന്നുപോയി. ഇങ്ങനൊരു വിവാഹം നടക്കുമ്പോൾ രക്ഷിതാക്കളെ വിളിക്കണമായിരുന്നു. അവർ നടത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ പോലീസുകാർക്ക് പ്രായപൂർത്തി വിവാഹാവകാശം ഉപയോഗിച്ചുകൊണ്ട് അവർ വിവാഹം നടത്തിക്കേണ്ട ആവശ്യമുള്ളൂ. ആ രക്ഷിതാക്കളുമായി വരന്റെ കുട്ടി പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. വധുവിന്റെ കുട്ടികൾ വധുവിന്റെ പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരുമായി സംസാരിച്ചു. നമുക്കിപ്പോഴും കാരണം അവർ വിവാഹം അവരറിഞ്ഞിട്ടില്ല, ഒരു സോഷ്യൽ മീഡിയയിലാണ് പത്രങ്ങളിലാണ് അറിഞ്ഞത് എന്ന് പറയുന്നു. അവരുമായി രണ്ട് കൂട്ടരുമായി വിളിച്ചിരുത്തി പോലീസ് സ്റ്റേഷനിൽ ഒരു മധ്യസ്ഥം പറഞ്ഞ് രക്ഷിതാക്കൾ നടത്തിക്കൊടുക്കില്ല, രേഖകൾ കൃത്യമാണെങ്കിൽ അതിനുശേഷം ഇത് ചർച്ച ചെയ്ത് നടത്തിക്കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പോലീസിന് പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് നടത്തിക്കൊടുക്കാം. അത് ഇങ്ങനെയാണോ നടത്തുക? സ്പെഷ്യൽ മാരേജ് ആക്ട് ഇവിടെ നിലനിൽക്കുന്നില്ലേ? വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് 30 ദിവസത്തെ നോട്ടീസ് വേണ്ട വിവാഹം നടത്താൻ. ഇത് അറിയാത്തവരാണോ പോലീസ് സ്റ്റേഷനിലുള്ളവർ? ഇത് അറിയാത്തവരാണോ ഓടി വന്ന മന്ത്രി അപ്പൂപ്പനും മറ്റുള്ളവർ? അദ്ദേഹം അപ്പൂപ്പൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൂപ്പന് പേരക്കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമില്ലേ? ഇങ്ങനെ മണ്ടി നടന്ന ആരെങ്കിലും കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നയാളാണോ അപ്പൂപ്പൻ എന്ന് വിളിക്കേണ്ടത്? മന്ത്രി അപ്പൂപ്പൻ, പാർട്ടി ജനറൽ സെക്രട്ടറി, ഉത്തരവാദപ്പെട്ട MP ഇവരെ കൂടി വരുമ്പോൾ അവരൊന്നും നിയമത്തെപ്പറ്റി അജ്ഞരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അവരെ മറ്റെന്തൊക്കെ കുട്ടികൾ നശിച്ചാലും വേണ്ടില്ല, പണ്ടാരോ പറഞ്ഞ മാതിരി തങ്ങളുടെ ഇത്തരത്തിലുള്ള വാദഗതികൾ അവർക്ക് പുറത്ത് അറിയണം. ഇതാണ് കേരളം, ഇതാണ് കേരളം. മാത്രമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. മതമൗലികവാദ സംഘടനകളുടെ വോട്ട് ബൾക്കായി കിട്ടാൻ
അവരെന്ത് വേഷം കെട്ടാനും തയ്യാറായിരുന്നു. കോൺഗ്രസ് പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയുന്നതിന് മുമ്പ് ഒരു സൂത്രത്തിന് നടത്തി കൊടുത്തു. അല്ലെങ്കിൽ അവരുടെയും നീണ്ട നിര നമുക്ക് അവിടെ പ്രതീക്ഷിക്കാമായിരുന്നു. കാരണം വോട്ടിന് വേണ്ടി മണ്ടുകല്ലേ. എവിടുന്നാണ് ഈ തീവ്രവാദ സംഘടനകളുടെ വോട്ട് കിട്ടുക? അതിനുവേണ്ടി ഓടുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിന് അന്ന് ഒരു പക്ഷെ കുണ്ഠിതം ഉണ്ടായിട്ടുണ്ടാവും. ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും തലസ്ഥാനത്തെ നേതാക്കളെ കൂടിക്കൂടുമായിരുന്നു എന്നുള്ളത്. അപ്പൊ അവരെ അറിയിക്കാതെ ഒതുക്കത്തിൽ ഇത് ഞങ്ങൾ മാത്രമാണ് നടത്തിയത് എന്ന് കാണിച്ച് വോട്ട് തട്ടാനുള്ള ഓട്ടത്തിനിടയിൽ, കേരള സ്റ്റോറി ചമയ്ക്കാനുള്ള വെപ്രാളത്തിനിടയിൽ അവർ ചെന്നുപെട്ട, ശരിക്കും പറഞ്ഞാൽ ഒരു പുലിവാൽ കല്യാണം തന്നെയാണത്. അവർ ചെന്നുപെട്ട ഒരു കുടുക്കാണ്, ഊരാക്കുടുക്കിലാണ് ഇവർ ചെന്നുപെട്ടത്. അന്നേ ഞങ്ങളെല്ലാവരും പറഞ്ഞു ഇവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തെറ്റാണ്. കാരണം ടൈംസ് ഓഫ് ഇന്ത്യ മറ്റുള്ളവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ 16ാമത്തെ വയസ്സിൽ വിവാഹം പിറന്നാൾ നടത്തിയതിനെ പറ്റിയിട്ട്. ഒരു കൊല്ലം കൊണ്ട് 2 വയസ്സാവില്ലല്ലോ. അപ്പോൾ തീർച്ചയായും ഇത് തെറ്റാണ് എന്നുള്ളത് അന്ന് തന്നെ പറഞ്ഞു. അത് ബധിരകരണങ്ങളിലാണ് പതിച്ചത്. ഞങ്ങളൊക്കെ വർഗീയവാദികളല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ കേൾക്കണമെന്നില്ല. എല്ലാ ഹൈന്ദവ സംഘടനകളും പറഞ്ഞു. ഹൈന്ദവ സംഘടനകൾ വെറുതെ പറഞ്ഞല്ല, മധ്യപ്രദേശിൽ ബന്ധപ്പെട്ടിട്ട് ആ അവിടെയുള്ള ഈ കുട്ടിയുടെ ജനന സ്ഥലവുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടാണ് ആധികാരികമായി ഹൈന്ദവ സംഘടനകൾ പറഞ്ഞത് കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല, ഇത് പുലിവാലാകാൻ പോകുന്നു എന്ന് ഹൈന്ദവ സംഘടനകൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ കേരളത്തിനെതിരാണ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ ഓടി നടന്നാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് പോക്സോ കേസ്. അമ്മയെ പറഞ്ഞിട്ടുണ്ട്, ആ പോക്സോ കേസിൽ കൈ പിടിച്ചു കൊടുത്ത അമ്മാമ്മമാരെയും പരിഗണിച്ചേ പറ്റൂല. കേവലം ഫർഹാനെ മാത്രം പോരാ, ഫർഹാൻ വണ്ടി വന്ന് കല്യാണം കഴിച്ചതല്ല, അത് CPM-ന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടുകൂടി നടന്ന വിവാഹമാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ മുൻകൈയെടുത്ത് നടത്തിയ വിവാഹമാണ്. അതുകൊണ്ട് CPM-ന്റെ ഉന്നത നേതാക്കളെ അടക്കം ഈ പോക്സോ കേസിൽ പ്രതിയാക്കണം. ഇത് മാതൃകാപരമായി നടന്നാലേ ഇനി ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുള്ളൂ. രക്ഷിതാക്കൾക്ക് കുട്ടികളുള്ള രക്ഷിതാക്കൾ, ഇത് കുട്ടികൾക്ക് തെറ്റുപറ്റാം, തിരുത്തേണ്ടവരല്ലേ രക്ഷിതാക്കളും മുതിർന്നവരും. ആ സിസ്റ്റം ഇവിടെ മൊത്തം കുട്ടികളോടൊപ്പം നിൽക്കുകയും അവരുടെ കൗമാര ചാബല്യങ്ങളെ അതിന് നിയമപരമായ അംഗീകാരം കൊടുത്തു. ഇതിലൊക്കെ നമ്മൾ മറ്റ് സ്റ്റേറ്റുകൾക്ക് മുന്നിൽ നാണം കെട്ട് നാറിയില്ലേ. തൊട്ട മണിക്കൂർ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. രേഖകൾ ആധികാരികമായി നോക്കാതെ ആരോ എവിടുന്നോ വന്ന് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇതാണ് കേരളം. ഒരുപക്ഷെ ND രാജേട്ടൊക്കെ അഹങ്കരിച്ചിട്ടുണ്ടാവും. കാരണം കണ്ടോ ഞങ്ങൾ ഇത്രയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മിടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടത് വാർത്തകൾ. അതിനുവേണ്ടി ഇവർ എന്ത് ചെയ്യും? വരപ്പുറത്ത് കല്ലിട്ട് മുതുക അണിച്ചു കൊടുക്കുന്ന വിവിധ